ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഏപ്രിൽ 1 വരെ നീട്ടി. നടപടി റൂസ് അവന്യൂ കോടതിയുടേത്. വയനാട് മലപ്പുറം അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. മരിച്ചത് മേപ്പാടി പരപ്പൻപാറ കോളനിയിലെ മിനി. ഭർത്താവ് സുരേഷിന് പരിക്ക്. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഗുരുതരാവസ്ഥയിൽ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തുടക്കം. പത്രിക നൽകി കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർകോട്ടെ BJP സ്ഥാനാർത്ഥി ML അശ്വിനിയും. കൊടും ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ വൈദ്യുത ഉപഭോഗം സർവകാല റെക്കോർഡിൽ. മാർച്ച് 26-ന് രേഖപ്പെടുത്തിയത് 103.86 ദശലക്ഷം യൂണിറ്റ്. കണ്ണൂർ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കി. രാസദ്രാവകമൊഴിച്ചത് EK നായനാർ, ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിൽ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഈറോഡ് ADMK MP ഗണേശമൂർത്തി അന്തരിച്ചു. മരണം പുലർച്ചെ 5 മണിയോടെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളുടെ കൂലി കൂട്ടി ഉത്തരവിറക്കി കേന്ദ്രം. കേരളത്തിൽ 346 രൂപ, കൂടുക 13 രൂപ. PhD പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് UGC. സർവകലാശാല പ്രവേശന പരീക്ഷയില്ലാതെ നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ PhD പ്രവേശനം നേടാം. മണിപ്പൂരിൽ ഈസ്റ്റർ ദിനത്തിൽ അവധി നിഷേധിക്കുന്നത് അന്യായമെന്ന് ശശി തരൂർ. 2 പ്രധാന ദിവസങ്ങൾ പ്രവർത്തന ദിനങ്ങളാക്കുന്നത് അപമാനമാണെന്നും സർക്കാർ ഈ തീരുമാനം മാറ്റണമെന്നും ആവശ്യം. കൂടുതൽ വാർത്തകൾക്കായി etvbharat.com സന്ദർശിക്കുക.